നിൽക്കുന്നതിൽ മഞ്ജു വാര്യറാണ് ആദ്യം കൈ കൊടുക്കുന്നത്. മഞ്ജു വാര്യർ ചിരിക്കുന്നുണ്ട്, ബട്ട് ദിലീപ് അവിടെ ഒരു ഗൗരവ ഇതായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ദിലീപ്, മഞ്ജു വാര്യർ, ഇതാണല്ലോ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വിഷയം. ദിലീപ് മഞ്ജു വാര്യർ വിഷയമാണ്. ഏതാണ്ട് 11 കൊല്ലം കൊണ്ട് അടിച്ചു പിരിഞ്ഞു നിൽക്കുന്നതാണ് ദിലീപും മഞ്ജു വാര്യരും, അല്ലേ? ദിലീപും മഞ്ജു വാര്യരും ഡിവോഴ്സ് ആവുന്നു. ഡിവോഴ്സ് ആവുന്നതിന് കാരണം തന്നെ കാവ്യ മാധവനാണ്. സ്വന്തം കൂട്ടുകാരിയാണ്. കൂട്ടുകാരി എന്ത് ചെയ്യുന്നു? ദിലീപ് എന്ത് ചെയ്യുന്നു? കാവ്യ മാധവനെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം നടന്ന ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസ്, അല്ലേ? സ്വന്തം കൂട്ടുകാരി, അതും ഒരു കൂട്ടുകാരി തന്നെയാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ജയിലിലായപ്പോൾ എന്ത് ചെയ്തു? ജയിലിലായ ശേഷം ആദ്യമായിട്ട്, അല്ലെങ്കിൽ ജയിലിലാവുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ദിലീപിന്റെ തന്നെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർ. വളരെ ശക്തമായിട്ട് അവിടെ നിന്നാണ് ഈ ഒരു സംഭവം ദിലീപിലേക്ക് പൂർണ്ണമായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ അതൊക്കെ. അതിനുശേഷം 10-11 വർഷമായി ഇവര് തമ്മിൽ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു വേദി പങ്കിടുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് ഒരു 11 കൊല്ലത്തിന് ശേഷം ഇവർ തമ്മിൽ കാണുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞ് 17-ാം തീയതിയാണ് എറണാകുളം കാക്കനാടുള്ള ഒരു തിയേറ്റർ ഉദ്ഘാടനമാണ്. മനസ്സിലായില്ലേ? കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തിയേറ്റർ ഗ്രൂപ്പാണ്. നിർമ്മാതാവ് ലിസ്റ്റിൽ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പ് അവരുടെ തന്നെ 50ാമത്തെ സ്ക്രീൻ പൂർത്തിയാക്കിയതിന്റെ ഭാഗമാണ്. 50ാമത്തെ തിയേറ്റർ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, പുതിയ സാങ്കേതിക വിദ്യയുണ്ട് അതിനകത്ത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അക്കോസ്റ്റിക് ട്രാൻസ്പെറന്റ് ഡയറക്ട് വ്യൂ LED സിനിമ സ്ക്രീനായ മഗ്നോവ എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെയൊക്കെ അവിടെ വെച്ച് ഒരുപാട് നടന്മാരുണ്ടായിരുന്നു. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ഈ പറയുന്ന സുരാജ് വെഞ്ഞാറമ്മൂട്, ആന്റണി പെരുമ്പാവൂർ, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അവിടെ വരുന്നു ഈ പറയുന്ന ആദ്യം വന്ന വാർത്ത എന്ന് വെച്ചാൽ ദിലീപും ഈ പറയുന്ന നമ്മുടെ മഞ്ജു വാര്യരുമായിട്ട് ഒരു വേദി 11 വർഷത്തിന് ശേഷം ഒരുമിച്ച് പങ്കിടുന്നു. അവിടെ വെച്ച് ആദ്യം വന്ന വാർത്ത ദിലീപ് വന്നപ്പോൾ മഞ്ജു വാര്യർ മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നു. അതിനകത്ത് കുറച്ച് വീഡിയോസ് വരുന്നു. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. അതിനുശേഷമാണ് പിന്നീട് ഇവർ കൈ കൊടുക്കുന്ന ഒരു വീഡിയോ വരുന്നു. അത് ആണെന്ന് പറയുന്നുമുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, അത് ആണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ഇതാണ് ആദ്യത്തെ ആ ഒരു വീഡിയോ. മനസ്സിലായോ? അതിനകത്ത് ദിലീപ് വരുന്നു, കൈ കൊടുക്കുന്നു. മനസ്സിലായോ? പിന്നെ ആർക്ക് കൈ കൊടുക്കുന്നു? നമ്മുടെ പൃഥ്വിരാജിന് കൈ കൊടുക്കുന്നു. അവിടെ ജയസൂര്യ ഉണ്ട്, എണീറ്റ് നിൽക്കുന്നു. അവിടെയൊക്കെ ഈ ഒരു ആംഗിളിൽ അവിടെ ഈ പറയുന്ന ആരാണ് മഞ്ജു വാര്യർ അവിടെ ഈ പറഞ്ഞതുപോലെ ഇരിക്കുകയോ കൈ കൊടുക്കുകയോ അങ്ങനെയൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം മറ്റൊരു വീഡിയോ, അപ്പൊ അങ്ങനെ ഒരുപാട് വന്നു. മഞ്ജു വാര്യർ അഹങ്കാരം കാണിച്ചു, ദിലീപിനെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു വീഡിയോ, ഇന്നലെ മുതൽ മറ്റൊരു ആംഗിളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് മഞ്ജു വാര്യർ കൈ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് ഞാനിവിടെ വയ്ക്കാം. ഇതാ കണ്ടോ, ഈ പറയുന്ന ദിലീപ് കയറി വരുന്നു, മഞ്ജു വാര്യർ എന്ത് ചെയ്യുന്നുണ്ട്? കൈ കൊടുക്കുന്നുണ്ട്. മഞ്ജു വാര്യർ കറക്റ്റായിട്ട് ആ കൈ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതിൽ മഞ്ജു വാര്യറാണ് ആദ്യം കൈ കൊടുക്കുന്നത്. മഞ്ജു വാര്യർ ചിരിക്കുന്നുണ്ട്, ബട്ട് ദിലീപ് അവിടെ ഒരു ഗൗരവ ഇതായിട്ടാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ മഞ്ജു വാര്യർ ഈ പറയുന്ന ദിലീപിന്റെ മുഖത്ത് തന്നെ നോക്കുന്നുണ്ട്. ദിലീപ് അവിടെ ചിരിക്കുന്നില്ല, കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഇതൊരു ആണെന്ന് ചോദിച്ചാൽ ഇത് അല്ലെന്നാണ് ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൽ ആദ്യം എടുത്ത് ചോദിച്ചു, ഇതൊരു സാധനമാണ്. ആദ്യം പറഞ്ഞു ഇത് തന്നെയാണ്, ഇത് അനന്യയുടെ ഫോട്ടോ മോർഫ് ചെയ്തെന്ന് പറഞ്ഞോട്ട് അമ്മ എൻ്റെ അടുത്ത് തർക്കിച്ച് ഞാൻ പണ്ടാരടങ്ങി. ഞാൻ പറഞ്ഞു അല്ല, അത് ഈ പറയുന്ന മഞ്ജു വാര്യർ തന്നെയാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാണ്, നിങ്ങൾ ഒന്നും കൂടി സൂക്ഷിക്കും. എന്തൊരു എനിക്കൊരു പിടുത്തമില്ല. ഞാൻ ഉടനെ ആ ടാബ് മാറ്റി പുതിയ ടാബ് എടുത്തിട്ട് പിന്നീട് നോക്കിയപ്പോഴേ അവർ പറഞ്ഞു ഇല്ല, ഇത് അല്ല, ഇത് ഒറിജിനൽ ആണെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കില്ല കേട്ടോ. നമ്മുടെ ജെമിനിയൊന്നും വിശ്വസിക്കരുത്. നമുക്ക് തോന്നിയത് പോലെയാണ് പറയുന്നത് എന്നുള്ളതാണ്. ഇനി ഓക്കെ, എന്തുകൊണ്ട് ഇവിടെ ദിലീപിനൊരു ചെറിയൊരു ദേഷ്യഭാവം എന്നല്ല, അങ്ങനെ ചിരിക്കുന്നില്ല. മഞ്ജു വാര്യർ അവിടെ ചിരിക്കുന്നുണ്ട്, ദിലീപ് ചിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ചിരിക്കാത്തതിന്റെ കാരണം കൂടി എന്തുകൊണ്ടാണ് മഞ്ജു വാര്യറും ഈ പറയുന്ന ദിലീപും തമ്മിൽ ഇത്രയ്ക്കൊരു പ്രശ്നം വരാനുള്ള കാരണം ആ ഒരു വാർത്ത ഞാൻ വേണ്ടി ഇവിടെ വെച്ചുതരാം. അത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. ആ വാർത്ത ഞാൻ അവിടെ വയ്ക്കാം. പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ
ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ എറണാകുളം ദർബാർ ഹാളിൽ മഞ്ജു വാര്യർ നടത്തി ഈ പ്രസംഗം സൂചിപ്പിച്ചാണ് തന്നെ വെറുതെ വിട്ട വിധിയിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതി ഇതാണ് ഇവര് തമ്മിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ദിലീപിന്റെ നേർക്ക് ധൈര്യമായിട്ട് വിരൽ ചൂണ്ടിയ ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ. അതൊരു ഒരു വേദിയിൽ നിന്ന് പറയുന്നത്, ഈ പറയുന്ന ദിലീപിനെ ഇരുത്തിക്കൊണ്ടാണ് ആ ഒരു വേദിയിൽ പറയുന്നത് ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, അത് തെളിയിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന ആദ്യത്തെ വിചാരണ കോടതി നമ്മുടെ ദിലീപിനെ വെറുതെ വിടുമ്പോൾ ദിലീപ് പുറത്തു വന്നിട്ട് പറഞ്ഞ ഫസ്റ്റ് ഡയലോഗ് ഇത് തന്നെയായിരുന്നു. മഞ്ജു പറഞ്ഞാൽ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു പറഞ്ഞതിൽ നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും നേർക്കുനേർ ഫൈറ്റ് ആയിരുന്നു, നമുക്ക് നേരിട്ട് വരില്ലായിരുന്നു എന്നുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ മഞ്ജു വാര്യർ ഈ പറയുന്ന സ്വന്തം കൂട്ടുകാരിയെ തേച്ചോ, അല്ലെങ്കിൽ ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസിലെ ആ നടിയെ വഞ്ചിച്ചോ, ഇപ്പം ഈ പറയുന്ന മരകണ്ഠം ചാടിയോ, ഇതൊക്കെ കാണിച്ചതൊക്കെ വെറുതെ ആയിരുന്നു, പ്രഹസനമായിരുന്നു. ഇപ്പം ദിലീപിനെ കണ്ടപ്പോൾ എണീറ്റ് നിൽക്കുന്നു, ചിരിക്കുന്നു, കൈ കൊടുക്കുന്നു, ഈ പറയുന്നുള്ള എന്താണ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ പ്രഹസനമായിരുന്നു. അപ്പം വീണ്ടും ഈ മഞ്ജു വാര്യർ എന്ത് ചെയ്തു, ദിലീപിന്റെ കൂടെ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ ഇത് വർഷങ്ങൾക്ക് ഒരു 10-11 കൊല്ലമായിട്ട് ഇവരുടെ ഇവർ നേരിട്ട് നമ്മൾ കണ്ടിട്ട്, ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം, നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ ഒരു വേദി പങ്കിടുന്നത് നമ്മൾ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും, പലപ്പോഴായിട്ട് ഇവർ കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, ഇവരൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇവരുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 9 സീറ്റ് അകലങ്ങളിലാണ് ഇവർ ഇരുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ദിലീപാണെങ്കിൽ ഒരു 8 സീറ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ അടുത്ത മഞ്ജു വാര്യർ ഇരുന്നത്. പിന്നെ നമുക്കറിയാൻ സാധിക്കുന്നത് അവരെ ഈ ഒരു കൈകൊടുപ്പ് എന്നുള്ളതല്ലാതെ പിന്നെ അവർ സംസാരിക്കുകയോ അവർ എന്തെങ്കിലും ആശയവിനിമയം നടത്തുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വേദിയിലേക്ക് ഒരാൾ കയറി വരികയാണ്, അവിടെ ഇങ്ങനെ ആൾക്കാർ നിരന്നിരിക്കുകയാണ്. ശത്രുത എന്ന് പറഞ്ഞാൽ ദിലീപും കാവ്യയുമായിട്ടുള്ള ശത്രുത വലുതായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ തമ്മിൽ മ്യൂച്വലി ഡിവോഴ്സ് ചെയ്ത വ്യക്തികളാണ്. ഓക്കെ, അതിപ്പം ദിലീപിന്റെ കുറ്റമായിക്കോട്ടെ മഞ്ജുവിന്റെ കുറ്റമായിട്ട് രണ്ടുപേരും ഈക്വലി മ്യൂച്വലി ഡിവോഴ്സ് ചെയ്തവർ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തർക്കം വരാൻ അതിന്റെ ഒരു വാശി, അതിന്റെ ഒരു വൈരാഗ്യമൊന്നും അവർക്ക് പേറിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ഡിവോഴ്സിന് ശേഷം പല ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, അവളിപ്പോഴും എൻ്റെ ബെസ്റ്റ് സുഹൃത്താണ്, എൻ്റെ സുഹൃത്താണെന്ന് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രശ്നം വന്നത് എപ്പോഴെന്ന് പറയുന്നത് നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മഞ്ജു ചെയ്തിട്ട് മറ്റൊന്നുമല്ല, സ്വന്തം കൂട്ടുകാരി അല്ലെങ്കിൽ സ്വന്തം ആത്മാർത്ഥ സുഹൃത്തിന് ഒരു സംഭവം വന്നിട്ട് അതിന്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു സംഭവം കൊണ്ടാണ് ആദ്യമായിട്ട് വളരെ ചങ്കൂറപ്പൊക്കെ ഒറ്റയെണ്ണം കൂടി ഇത് പരോക്ഷമായിട്ട് പലരും പറഞ്ഞുവെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഇതുപോലൊരു വേദിയിൽ ഇതുപോലൊരു ലൈവായിട്ട് ഒരു വന്നു, അതും ദിലീപിനെ ഫ്രണ്ടിൽ എത്തിക്കൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞത് ഈ പറയുന്ന മഞ്ജു വാര്യരാണ്. ആ ഒരു മഞ്ജു വാര്യരുടെ അവരുടെ വാക്ക്, ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ഇത് കണ്ടെത്തണം എന്നൊരു സാധനം, അത് ഭയങ്കരമായിട്ട് വൈറലായ സാധനമാണ് അല്ലേ, ഭയങ്കരമായിട്ട് വൈറലാവുന്നു. അത് ഏറ്റെടുത്തുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന വാർത്താ ചാനലുകൾ എല്ലാം അത് കുട്ടിഘോഷിക്കുന്നു. അതിനുശേഷമാണ് പിന്നെ അന്വേഷണങ്ങൾ കൂടുതൽ വ്യാപിക്കുകയും ദിലീപിലേക്ക് നയിക്കുന്ന ഒരുപാട് എവിഡൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. ഓക്കെ, ആ എവിഡൻസ് വെച്ചാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ദിലീപ് മാസങ്ങളോളം എന്ത് ചെയ്തു, ഈ പറയുന്ന ജയിലിൽ കിടന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഓരോ തെളിവുകളായിട്ട് നശിപ്പിക്കപ്പെടുന്നു, ഓരോ ആൾക്കാരായിട്ട് എന്ത് ചെയ്യുന്നു, മൊഴിമാറ്റി പറയുന്നു. കോടതി തന്നെ ഈ പറയുന്ന മെമ്മറി കാർഡിന്റെ കേസ് പോലെ പല തരികടകൾ മൊത്തം നടത്തി അവസാനം പണബലം കൊണ്ട് പണത്തിന്റെയും അധികാരത്തിന്റെയും ബലം കൊണ്ട് ഈ പറയുന്ന വിചാരണ കോടതി ദിലീപിനെ വെറുതെ വിടുന്നു. ആ വെറുതെ വിട്ട സമയത്താണ് ദിലീപ് എന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാത്തിനും കാരണക്കാരി മഞ്ജു വാര്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തി, ഞാൻ ജയിച്ചു എന്നുള്ള ഒരു സംഭവം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ നടി എന്ത് ചെയ്യുന്നു, വീണ്ടും കൊണ്ട് കേസ് കൊടുക്കുന്നു. സുപ്രീം ഹൈക്കോടതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കേസ് വീണ്ടും കൊടുക്കുന്നു അല്ലേ, വീണ്ടും കേസ് കൊടുക്കുന്നു. ഇതില് ഗൂഢാലോചന ഉണ്ട് എന്ന് എനിക്ക് ഈ പറയുന്ന ജഡ്ജ് വരെ ഇവിടെ എന്ത് ചെയ്തു, പൈസ വാങ്ങിച്ചിട്ട് പലതും ചെയ്തിട്ടുണ്ട്. പല കേസുകളും നമ്മൾ പറയുന്നത് ഈവൻ കേൾക്കുക പോലും ചെയ്തില്ല, നമ്മുടെ തെളിവുകളൊന്നും അവർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ട് വീണ്ടും ഒരു കേസ് കൊണ്ട് ആ കേസ് എന്തായാലും സ്വീകരിച്ചിട്ട് ഉടനെ അതിന്റെ വിചാരണ തുടങ്ങുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ ഒരു വേദിയിൽ വന്നു നിന്നുകൊണ്ട് കൈ കൊടുത്തത് കൊണ്ട് ചിരിച്ചു കാണിച്ചിരുന്നത് അതൊരു മര്യാദ. അവിടെ ഇരുന്ന് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ആ നടി അല്ല അത്
ആക്രമിക്കപ്പെട്ട നടിയല്ല മഞ്ജു വാര്യർ, അല്ലെ, അവരുടെ സുഹൃത്ത് മാത്രമാണ്. അവർക്ക് അറിയാവുന്ന ആൾക്ക് അവർക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു കാര്യം അന്ന് അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു വേദിയിൽ അല്ലെങ്കിൽ നാലാള് കാണുന്ന മറ്റുള്ളവർ കാണുന്ന ഒരു വേദിയിൽ വെച്ച് അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമൊന്നും മഞ്ജു വാര്യർക്കില്ല. അതൊരു നല്ലൊരു സ്വഭാവമായിട്ട് തോന്നുന്നു. ഒരാൾ വരുന്നു, ആ ദിലീപ് ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്ന പൃഥ്വിരാജ് ഉൾപ്പെടെ ജയസൂര്യ ഉൾപ്പെടെ എല്ലാവരും എണീറ്റ് നിന്ന് അവരെ ബഹുമാനിക്കുന്നു എന്നുള്ളത്. അതിന്റെ കൂടുതൽ ഞാൻ കാലുമേ കാലിട്ടിട്ട് എന്റെ ശത്രുത അവരുടെ കാണാൻ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പൊ അവിടെ വരുന്നു, എല്ലാവരും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് തന്നെ കൈ നീട്ടി കൊടുക്കുന്നു. പക്ഷെ ദിലീപ് അത് പ്രതീക്ഷിക്കാതെ ഇരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് നമ്മുടെ ആ ഒരു സംഭവം കൂടെ അവിടെ വെക്കാമേ. ആ ഒരു സാധനം കാണുമ്പോൾ ദിലീപ് അത് പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. ഇങ്ങനെ മഞ്ജു വാര്യർ കൈ തരും എന്നുള്ളൊരു പ്രതീക്ഷ ദിലീപിനില്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അവരുടെ കൈ ഇങ്ങനെയല്ല അവർ പിടിക്കുന്നത്, ഇങ്ങനെ എന്തുകൊണ്ട് പിടി കറക്റ്റ് വരുന്നില്ല. ആ പിടി ദിലീപ് ഇങ്ങനെയാണ് പിടിക്കുന്നത്. അതിനുശേഷവും ദിലീപിന്റെ മുഖത്തൊരു പ്രസന്നത, ഒരു ചിരിയോ ഒന്നും അല്ലെങ്കിൽ ഒരു സൗഹൃദമായിട്ടൊരു സംസാരം ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത്. പിന്നീട് മഞ്ജു വാര്യരുടെ ചിരിച്ചുകൊണ്ട് ദിലീപിന്റെ മുഖത്ത്, പക്ഷെ ദിലീപ് അവിടെ ഒരു സൗഹൃദം കാണിക്കുന്നില്ല. വേറെ എങ്ങോട്ട് മഞ്ജുവിന്റെ മുഖത്ത് നോക്കിയല്ല സംസാരിക്കുന്നത്, വേറെ എന്തോ പറയുന്നുണ്ട്. നേരെ ഈ പറയുന്ന പൃഥ്വിരാജിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, അവിടെ അവരടുത്ത് കൈ കൊടുക്കുന്നു, അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നിന്നും പറയുന്ന മഞ്ജു കൂട്ടുകാരി ചതിച്ചു എന്നോ അല്ലെങ്കിൽ ഇപ്പോ ദിലീപിന്റെ കൂടെയാണെന്നോ മഞ്ജുവിന് പിന്നീട് സത്യങ്ങളെല്ലാം മനസ്സിലായി അങ്ങനെയൊന്നും നിങ്ങൾ പിന്നീട് ഈ പറയുന്ന വ്യാഖ്യാനിക്കേണ്ട. ഇത് ഇത്രയേ ഉള്ളൂ. അവർ തമ്മിൽ പേഴ്സണൽ ആയിട്ടുള്ള വൈരാഗ്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്തവരാണ്. ഒരു ചടങ്ങിൽ ഇത്രയും പേര് കാണുന്നിടത്ത് ഒരാൾ കയറി വരുമ്പോൾ ആ ഒരു ബഹുമാനം കാണിച്ചു തന്നെ. അത് ശത്രു ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. ആ നടിയാണ് അങ്ങനെ കാണിച്ചിരുന്നു എങ്കിൽ ശരിയൊക്കെ നമുക്ക് പറയാമായിരുന്നു. ആ നടി ഇങ്ങനെ കാണിച്ചു എന്നുള്ളത്. ആ നടിയല്ല, നടിയെ സപ്പോർട്ട് ചെയ്തല്ലേ നടിയുടെ ഒരു കൂട്ടുകാരി മാത്രമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റേ കമന്റ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.